ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ മുരാരി ബാബുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ 24-ന്. സ്വർണ്ണപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് മനഃപൂർവ്വമായിരുന്നു. 1998-ൽ തന്നെ പാളികൾ സ്വർണം പൂശിയതായി മുരാരി ബാബുവിന് വ്യക്തതയുണ്ടായിരുന്നു. തട്ടിപ്പിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശം. കോടതി സമയം പിന്നിട്ട് ഏറെ വൈകിയാണ് മുരാരി ബാബുവുമായി അന്വേഷണ സംഘം റാന്നി കോടതിയിലെത്തിയത്. ഇത്തവണയും അടച്ചിട്ട കോടതി മുറിക്കുള്ളിലാണ് ഈ കേസ് പരിഗണിച്ചത്. റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം ഗുരുതര ആക്ഷേപങ്ങളാണ് മുരാരി ബാബുവിനെതിരെ ഉന്നയിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ ബോധപൂർവം ചെമ്പുപാളികളെന്ന് രേഖകളിൽ രേഖപ്പെടുത്തി. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ചേർന്ന് ഗൂഢാലോചന നടത്തി. വിശ്വാസികളുടെ വികാരം ഉൾപ്പെടെ വ്രണപ്പെടുത്തിയെന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തൽക്കാലം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാതിരുന്നത്. ഇതോടെയാണ് മുരാരി ബാബു 14 ദിവസം റിമാൻഡിൽ പോകേണ്ട സാഹചര്യമുണ്ടായത്. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയായതിനു ശേഷം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം നിലവിൽ ആലോചിക്കുന്നത്. ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തത് മുതൽ വിശദമായി 18 മണിക്കൂറിലധികം മുരാരി ബാബുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും കാര്യങ്ങൾ മുരാരി ബാബുവിൽ അവസാനിക്കില്ല എന്നാണ് പ്രതിപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ നടത്തുന്ന പ്രതികരണം. അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റ കേസ്, സ്വർണം കവർച്ച ചെയ്ത കേസിൽ ഈ ഗൂഢാലോചനയിൽ എല്ലാവരും പങ്കാളികളാണ്. അതുകൊണ്ട് വാസവൻ മന്ത്രി രാജിവെക്കണം. ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണം. നിലവിൽ തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റുന്ന മുരാരി ബാബുവിനായി വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് കൂടി പൂർത്തിയാവുന്ന മുറയ്ക്കായിരിക്കും ഈ കസ്റ്റഡി അപേക്ഷ. എന്തായാലും കോടതിയിൽ ഉൾപ്പെടെ മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആക്ഷേപങ്ങളാണ് SIT ഉന്നയിച്ചിരിക്കുന്നത്. കൂടുതൽ തട്ടിപ്പുകൾ മുരാരി ബാബു നടത്തിയിട്ടുണ്ടെന്ന നിഗമനത്തിലും അന്വേഷണ സംഘം എത്തുന്നുണ്ട്. AV ജയശങ്കർ, 24, പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.